ഹലോ, അസ്സാം വലൈക്കും. ഞാൻ ഐഷ ഷുജ. ഇന്നൊരു ചെറിയൊരു കാര്യം പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് ഇതാണ് എൻ്റെ ഫുഡ്. മക്രോണി. മക്രോണി ശരിക്കും ബാഡൊക്കെ ഉണ്ടാക്കണ മക്രോണി എന്ന് പറഞ്ഞാൽ എരിവുണ്ടാവില്ല മക്രോണിക്ക്. ഞാനപ്പോൾ അത് എൻ്റേതായ രീതിയിൽ മക്രോണി കുറച്ച് മറ്റേ ക്രസ്റ്റഡ് ചില്ലില്ലേ അതൊക്കെ ഇട്ടിട്ട് ഗാർണിഷൊക്കെ ചെയ്ത് അടിപൊളിയാക്കി എടുത്തതാണ്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചപ്പോൾ 2 ദിവസമായപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ ഒരു വീഡിയോ ഇടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു കാര്യം പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ പല കാര്യങ്ങളും നന്മയാണ് ഉദ്ദേശിച്ച് ചെയ്യണം എന്നുദ്ദേശിച്ച് നമ്മൾ ചെയ്യും. പക്ഷെ അത് നന്മയാകാം, ചിലപ്പോൾ തിന്മയാകാം. അത് ഓരോ ഇതനുസരിച്ചിരിക്കും. ചിലപ്പോൾ നന്മയാവും, ചിലപ്പോൾ തിന്മയാവും. ഓരോരുത്തർ ആൾക്കാർ ചെയ്യണ അനുസരിച്ചിരിക്കും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഉദ്ദേശശുദ്ധി. ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നന്മയാണെങ്കിൽ അത് നമുക്ക് അത് നന്മയായിട്ട് തന്നെ ഇരിക്കും. അത് തിന്മയാണെങ്കിൽ അത് തിന്മയായിട്ടിരിക്കും. അത് ഓരോരുത്തർ ചെയ്യുന്ന അനുസരിച്ചിരിക്കും. അപ്പം നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അത് അവർക്ക് നന്മ ഉണ്ടാകട്ടെ, മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാകട്ടെ എന്ന് ഉദ്ദേശിച്ച് ചെയ്യുന്നൊരു കാര്യം. അത് ചെറുതായിട്ട് വലുതാകട്ടെ. പക്ഷേ അവരുടെ ജീവിതത്തിൽ അത് ചിലപ്പോൾ എന്താ പറയുക, നെഗറ്റീവായിട്ടായിരിക്കും സംഭവിക്കണം. പോസിറ്റീവ് ആവില്ല, നെഗറ്റീവ്. അപ്പോൾ എന്തോ പറയും, ആയിഷ ചെയ്തത് ശരിയായില്ല, ആയിഷ നമ്മളെ ചതിക്കാൻ വേണ്ടി ചെയ്തതാണ്, അങ്ങനെയാണ്. പക്ഷേ എൻ്റെ ഉദ്ദേശം എന്താണ്? അവർക്ക് നന്മ ഉണ്ടാകട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടിട്ടായിരിക്കും നമ്മളൊരു കാര്യം ചെയ്യണതും പിടിക്കണതൊക്കെ. പക്ഷെ അത് തിരിഞ്ഞ് വരുന്നത് നമ്മളൊരിക്കലും ചിന്തിക്കുന്നില്ല. അത് തിരിഞ്ഞ് വരുമോ, അതെന്താവോ ഏതാവുമെന്നൊന്നും നമുക്ക് അത് ചിന്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ നമ്മൾ മനസാക്ഷി എന്ന് പറഞ്ഞാൽ ഉള്ളൊരു കാര്യമുണ്ട്, മനസാക്ഷി. ആ മനസാക്ഷിക്ക് നമ്മൾ ചെയ്തത് ശരിയാണോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ശരിയായി തന്നെ നിലനിർത്തുക. മറ്റുള്ളവരപ്പോൾ എന്ത് പറഞ്ഞു, അതിവരെ ചെയ്തു, അതൊന്നും നമ്മൾ വില കൊള്ളണ്ട. കാരണം ഞാനിത് പറയാൻ കാരണം, നമ്മുടെ മൈൻഡ് എപ്പോഴും നെഗറ്റീവായിട്ട് പോണതിൻ്റെ ഒന്നാമത്തെ കാര്യം, നമ്മൾ ചിന്തിക്കണത് നമ്മൾ ചെയ്യുന്ന കാര്യം മറ്റുള്ളവർ അത് നെഗറ്റീവായിട്ട് എടുക്കുമോ, അല്ലെങ്കിൽ അവർ പോസിറ്റീവായിട്ട് എടുക്കുമോ, അത് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ ലോകത്ത് നിന്നല്ല നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്യേണ്ട ഉത്തര മാത്രം. ഞാനൊക്കെ ആദ്യം എങ്ങനെയാണ് എന്തെങ്കിലും ചെയ്യുമ്പോൾ പേടിയാണ്. പിന്നെ ഇത് ചെയ്താൽ ശരിയാവും ചോദിച്ചും പിടിച്ച് വരുമ്പോൾ ആ കാര്യം ചെയ്യാനും പറ്റൂല. 3 ആൾക്കാർ അഭിപ്രായമൊക്കെ ചോദിച്ചു വരുമ്പോഴത്തേനും അതിൻ്റെ നെഗറ്റീവൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേനും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളത് ചെയ്യണം നന്മയാണെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് ചെയ്യുക. തിന്മയാണെങ്കിൽ എന്ത് ചെയ്യുക? ചെയ്യാതിരിക്കുക. നന്മ കൊണ്ട് നമ്മളെ കൊണ്ട് ഒരാൾക്ക് നന്മ ഉണ്ടാകണമെങ്കിൽ അത് നമ്മൾ ചെയ്തു കൊടുക്കുക. അവർക്ക് തിന്മയായിട്ട് വരുന്നത് നമ്മൾ ഉദ്ദേശിക്കണമല്ലല്ലോ, അതങ്ങനെ വരുന്നതാണല്ലോ. അപ്പം നമ്മളെ ഉദ്ദേശം നന്മ മാത്രം ആയിക്കൊണ്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നെഗറ്റീവ് അടിക്കാനും നമ്മളെ കൊണ്ട് നെഗറ്റീവ് ചിന്തിപ്പിക്കാനും ഇഷ്ടമാതിരി പേരുണ്ടാവും. പക്ഷേ നമ്മളെപ്പോഴും എന്ത് ചെയ്യുക? നമുക്കെപ്പോഴും പോസിറ്റീവായിരിക്കാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞ പോലെ മാലാഖന്മാരൊന്നും അല്ലല്ലോ, നമ്മൾ മനുഷ്യരാണ്. അപ്പം നെഗറ്റീവും വരും, നമുക്ക് പോസിറ്റീവും വരും. പോസിറ്റീവ് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ അതും പറ്റില്ല. നെഗറ്റീവ് നമ്മുടെ ജീവിതത്തിൽ വരും. അപ്പോൾ നെഗറ്റീവ് ചിന്താഗതിയെ കുറേയൊക്കെ നമുക്ക് മാറ്റി നിർത്താൻ നമുക്ക് ശ്രമിക്കാൻ പറ്റും. അതിന് ഫസ്റ്റ് വേണ്ടത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കത് നന്മയാണ്, നമ്മുടെ മനസ്സാക്ഷിയിൽ അത് നന്മയാണെങ്കിൽ അത് ചെയ്യുക. മറ്റുള്ളവർക്ക് അത് നന്മയായിട്ട് വരുന്നു, മറ്റുള്ളവർക്ക് അത് തിന്മയാകുമോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് അവരവരുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് അതറിയണം. ഇത് പറയാനുള്ള കാര്യം, നമ്മൾ മറ്റുള്ളവരെ നന്മ ഉദ്ദേശിച്ച് ചെയ്യുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് നന്മയാണോ, അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുമോ, അതൊക്കെ ചിന്തിക്കുക, അതനുസരിച്ച് ചെയ്യുക. തീരുമാനം എടുക്കുമ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചെയ്യുക. നെഗറ്റീവ് നമുക്ക് വരില്ല എന്നല്ല, പക്ഷെ നെഗറ്റീവിനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എന്നാൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോവുള്ളൂ.
എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ കുറേ സന്ദർഭങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുള്ളത് കൊണ്ടിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തപ്പോൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. കാരണം എപ്പോഴും നെഗറ്റീവ് മാത്രം പറയണം, പോസിറ്റീവ് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അന്ന് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ. എന്ന് പറഞ്ഞ പോലെ അത് നമ്മെപ്പോഴും, കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നെഗറ്റീവ് പിടിക്കാൻ ഇഷ്ടംമാതിരി ആളുകളുണ്ടാവും. ആർക്കും പോസിറ്റീവ്, രണ്ടുപേര് പോസിറ്റീവ് ആണെങ്കിലും ബാക്കി 98 പേര് നെഗറ്റീവ് വരുന്ന ആളുകൾക്ക് നമ്മുടെ കൂടെ ഉണ്ടാവണം. അത് അങ്ങനെയാണ് ലൈഫ്. പക്ഷെ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക, എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ നോക്കുക. അപ്പോൾ ലൈഫൊക്കെ കളർഫുള്ളാവും. അപ്പോൾ എല്ലാവരുടെ മനസ്സിലും സമാധാനം, രക്ഷയൊക്കെ അള്ളാഹു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ബോധം ഉണ്ടാവുക, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെ അത് എന്താണ് വരുത്തുക. അപ്പോൾ ഓക്കെ ബായ്. ഇതാണ് ഇന്നത്തെ എൻ്റെ. അപ്പം ഞാൻ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ നിങ്ങളാരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ കമൻറ്റ് എന്ത് വേണമെങ്കിലും പറഞ്ഞു, ചീത്തയായാലും നന്മയായാലൊക്കെ പറഞ്ഞു, എനിക്കൊരു പ്രശ്നമില്ല. കാരണം പറഞ്ഞ പോലെ നമുക്ക് ആരെയും നമുക്ക് തിരുത്താനോ പിടിക്കാനോ ഒന്നും പറ്റില്ല. പക്ഷെ നമ്മൾ പറയുന്നൊരു ചെറിയ കാര്യമാണെങ്കിലും ഒരാളുടെ ജീവിതത്തിൽ അത് പ്രകാശം ഉണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമുള്ള. ഓക്കെ ബായ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഓക്കെ ബായ്. അസ്സലാമു അലൈക്കും.